ഹായ് നമസ്കാരം, ഞാൻ ജോർജ് പോൾ. ട്രാവൽ ടു ആർട്ട് ആൻഡ് ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളുടെ കഴിഞ്ഞ വീഡിയോന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ കാണണം. നമ്മളുടെ താറാവ് ചാപ്സും അതുപോലെ തന്നെ പാലപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. പെട്ടക്കാൻ പോണെയാണ് നമ്മള്. നമുക്ക് കഴിച്ചാലാ? നമ്മുടെ താറാവ് ചാപ്സ് പൊളിച്ചിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോകണുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഉണ്ടോ നൈലേ? ഇരിക്കി സോളമ. എല്ലാം സെറ്റാണ് കേട്ടാ. നൈലോട് ഇരുന്നു കഴിക്കേ. എങ്ങനെയുണ്ടെന്ന് നോക്ക്. അപ്പവും നൈലമ്മ എങ്ങനെയുണ്ട്? കഴുകി എന്തായാലും ഇവിടുന്ന് കഴിച്ചിട്ട് ഞാനൊന്ന് പറയാം. നല്ലതാണ്, സൂപ്പർ. ലിൻഡോ എങ്ങനെയുണ്ട്? നൈൽ എങ്ങനെയുണ്ട്? അപ്പോൾ ഞാനൊന്ന് കഴിച്ചു പോകട്ടെ. എല്ലാവരും സംഭവം കിട്ടുവാണ്. ഒരിത്തിരി അപ്പം ആദ്യം ഒന്ന് ചാറിൽ മുക്കി, ഒത്തിരി ചാറാണ് ആദ്യം ടേസ്റ്റ് വരുന്നത്. ഒരു രക്ഷയില്ലാട്ടാ, പൊളിച്ച അടിക്കേടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പരീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ നടക്കുന്ന ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ഡിഷൊക്കെ വെക്കില്ലേ, അപ്പോൾ ഡിഷിന് പറ്റിയ കറിയാണിത്. ഒരു രക്ഷയിലാട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിക്കാം. താറാവും അതുപോലെ തന്നെ പാലപ്പവും പാക്ക് ചെയ്ത് നമ്മൾ തെരുവുകളിൽ കൊടുക്കാൻ പോണേണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ഗ്യാങ് ഇവിടെയുണ്ട്. ഗ്യാങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെരുവുകളിൽ, അതായത് കൊച്ചിയുടെ തെരുവുകളിൽ വളരെ സജീവമായിട്ട് തീർത്തും നിർധനരായവരെ സഹായിക്കുക, അവർക്ക് വസ്ത്രം കൊടുക്കുക, അവരെ കുളിപ്പിക്കുക, അങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ഗ്യാങ്. മറ്റാരുമല്ല, നമ്മളുടെ ഒരു അനുജനും തുതിവുകാരനുമായ ആംബ്രോസാണ്. ആംബ്രോസ് ടീമാണ്. അപ്പോൾ അവരോട് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് കാണാം. അവർ വഴിയാണ് നമ്മളിത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞില്ല, നിങ്ങളുടെ വീടുകളിൽ ചെറിയ ബർത്ത്ഡേ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ് നടക്കുമ്പോൾ, ഒരു വിവാഹ വാർഷികം നടക്കുമ്പോൾ ഒരു 10-15 പൊതി ഭക്ഷണം എടുത്തുകൊണ്ട് തെരുവുകളിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അതൊരു നല്ലൊരു പ്രവണതയായിരിക്കും. അപ്പോൾ ആംബ്രോസിനെ പോലെയുള്ള, അല്ലെങ്കിൽ ആംബ്രോസ് തുതിയൂറിനെ പോലെയുള്ളവരെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ കൊടുത്താൽ മതി. അവരത് ഭംഗിയായിട്ട് തെരുവുകളിൽ എത്തിച്ചോളും. നമ്മുടെ തെരുവുകളിൽ സജീവമായിട്ട് അവരെ സഹായിക്കുന്ന, അവർക്കൊരു തണലായിട്ട് നിൽക്കുന്ന ആംബ്രോസും ടീമിനെ നമുക്ക് പരിചയപ്പെടാം. അവരൊന്ന് കാണാം, അവരുടെ വിശേഷങ്ങൾ അറിയാം. ഇതാണ് ആംബ്രോസ്. ഇത് ആംബ്രോസിൻ്റെ ടീമാണ്. ഇവരൊക്കെയാണ്. നിങ്ങളുടെ പേര്? ആസിഫ്. എന്ത് ചെയ്യാണ്? ആണല്ലേ? അത് ശരി. മലപ്പുറം. പിറന്നാളം വന്നിട്ട് ഇപ്പോൾ എത്ര ആളായി? അത് ശരി. സർഫാസ് എന്ത് ചെയ്യാണ്? ഓക്കെ. അജ്മന്റെ സ്ഥലം എവിടെയാണ്? മലപ്പുറം. ഓക്കെ. അപ്പോൾ ഇതാണ് ആംബ്രോസ്. കൊച്ചിയുടെ തെരുവുകളിൽ വളരെ സജീവമായിട്ട് ചാരിറ്റി പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആംബ്രോസിനൊന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഫുഡ് ആംബ്രോസിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇതാണ് ആംബ്രോസ്. ആംബ്രോസിനെ പറ്റി ആംബ്രോസ് തന്നെ ഒന്ന് പറയും. നമസ്കാരം, ഞാൻ ആംബ്രോസ്. ചേട്ടൻ നമ്മുടെ സ്വന്തം ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ ഇന്ന് വിളിച്ചു, ഇങ്ങനെ കൊച്ചിയിൽ ഒരു പ്രോഗ്രാമുണ്ട്, ഭക്ഷണം കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് കൊടുക്കാം. നല്ല
നല്ല കിടുക്കൻ തറവേറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞോട്. കിടുക്കൻ ചേട്ടൻ്റെ ഭാഷയിൽ പറയുന്ന കിടുക്കൻ തറവേറി പാലപ്പം ചേട്ടൻ തന്നെ പാചകം ചെയ്തതാണ്. എന്താണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചേട്ടൻ അതിനകത്തേക്ക് വന്നത് വളരെയധികം സന്തോഷം. ഇത് കാണുന്ന മറ്റുള്ളവരും ഇതുപോലെ കണ്ട് വരണം. ഇതൊരു മാതൃകയായിരിക്കണം നമുക്ക് വേണ്ടത്. കാരണം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലുത്. അത് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ഒന്നുമില്ല. വേറെ ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അതാണ് എപ്പോഴും വലുത്. അപ്പം ചേട്ടന് ദൈവം അനുഗ്രഹിക്കട്ടെ, ഇതുപോലെ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതൊന്ന് പാക്ക് ചെയ്യാൻ പോണേണ്. ഞങ്ങളിപ്പോൾ പാലാരിവട്ടം പാലത്തിൻ്റെ അടുത്ത് എത്തി കേട്ടാ. ഇതാ കാണുന്നതാണ് പാലാരിവട്ടം പാലം. അത് കണ്ട, അത് സംഭവം പൊളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ടും പണിയൊക്കെ തുടങ്ങി. ഇനി അതിൻ്റെ ഒരു സെൻറ്റർ, ഒരു നടുക്ക് മാത്രം പൊളിക്കാനുണ്ട്. അഴിമതി കൊണ്ട് കെട്ടിപ്പൊക്കിയതാണ് ആ സംഭവം. അത് നോക്കിയാൽ നിങ്ങൾ, രണ്ട് സൈഡും പാലം പൊളിച്ചിട്ട് അങ്ങനെയാണ്. ഇത് നോക്കി, ഇതാണ് സംഭവം. പിന്നെ ബംഗാളികൾക്ക് ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നും വന്നില്ല. കാരണം പ്രത്യേകിച്ച് കമ്പിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കണ്ട, ഇത്രയും മൊത്തം പൊളിച്ചു പോണതെങ്ങനെയാണ്. അതിൻ്റെ പില്ലറും തൂണും എല്ലാം മൊത്തത്തിൽ പൊളിച്ചങ്ങനെയാണ്. ഇതാണ് സംഭവം. അഴിമതി എന്നൊന്നും അല്ല ഇതിനെ പറയണം. അതിൻ്റെ അപ്പുറത്തേക്കൊരു വാക്കുണ്ടെങ്കിൽ അതാണ് ശരിക്കും ഈ പാലത്തിന് പറ്റിയ പേര്. ഈ കാണുന്നത് പാലാരിവട്ടം ജംഗ്ഷനാണ്. ഇതാണ് പാലാരിവട്ടം. കൊച്ചിയുടെയൊക്കെയുള്ള അല്ലെങ്കിൽ എറണാകുളത്തേക്കുള്ള ഒരു എൻട്രി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ കാണുന്നത് പാലാരിവട്ടത്തെ മാർട്ടിൻ പള്ളിയാണ്. ഈ പള്ളിയുടെ അകത്ത് സെൻറ്റ് മാർട്ടിൻ പള്ളി. ഈ സെൻറ്റ് മാർട്ടിൻ പള്ളിയുടെ അകത്തെ വർക്കെല്ലാം നമ്മൾ പണ്ട് ചെയ്താണ്. ഞങ്ങൾ ബാംഗ്ലൂർ ഇരിക്കുമ്പോൾ ചെയ്താണ് ആ വർക്കുകൾ. നമ്മളുടെ മെട്രോ ഉണ്ടോ, കൊച്ചി മെട്രോ, നമ്മളൊരു വീഡിയോയിൽ കൊച്ചി മെട്രോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ളൊരു സംഭവം ഉണ്ട്. പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിയാണ് സംഭവം. കൊച്ചിയുടെ ഒരു ഭംഗി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഞങ്ങളിപ്പോൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര്, ഈ നോർത്ത് സ്റ്റേഷൻ്റെ പരിസരങ്ങളിൽ ഒരുപാട് പേരുണ്ട്. നോർത്ത് സ്റ്റേഷൻ്റെ രണ്ട് സൈഡിലും കൊടുത്ത്, അതുപോലെ തന്നെ കലൂർ മെട്രോൻ്റെ അടിയിൽ കൊടുത്ത്, അങ്ങനെ 3-4 സ്ഥലങ്ങളിലൊക്കെ കൊടുത്ത് ഭയങ്കര ഹാപ്പിയായി. തീർച്ചയായിട്ടും നമ്മളുടെ വീടുകളിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് പൊതി ചോറ് ഇത്തരം പേർക്ക്, ഇത്തരം ആളുകൾക്ക്, തെരുവിൽ കഴിയുന്ന ഇത്തരം ആളുകൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു പുണ്യം തന്നെയായിരിക്കും. അതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സിലൊക്കെ ഒരു മനസ്സുഖം കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് പടക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ